വാളെടുത്തവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ അന്ത്യവും അങ്ങനെയൊക്കെ തന്നെയാകും. നമ്മുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആരോഗ്യമുള്ളപ്പോഴും പണമുള്ളപ്പോഴും കൂടെ ആളുള്ളപ്പോഴുമൊക്കെ അഹങ്കാരം അങ്ങേയറ്റമാകും. കാണുന്നവനെയൊക്കെ തല്ലണമെന്ന് തോന്നും. അതുമാത്രമല്ല, എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നൊരു ബോധ്യമൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കന്യാകുമാരി മാർത്താണ്ഡത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പാറശാല ചെങ്കവിള സ്വദേശി അതുൽ സമീപകാലത്ത് നിരവധി ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ കുറച്ചു നാളായി വിട്ടു നിൽക്കുകയായിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. എന്നിട്ടും അതുൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ എന്താണ് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. മുടി പിഴുതെടുത്തും കല്ലുകൊണ്ടിടിച്ചും അതിക്രൂരമായാണ് ഈ അതുലിനെ കൊന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. കൊലയാളികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലും മറ്റും നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൊലയാളികളെ പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബന്ധുക്കളുള്ളത്. നമുക്കറിയാം, അതിൽ നേരത്തെ നിരവധിയായ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ അതിൽ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ അതിൽ ഉപദ്രവിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ ആകും ഇതിന് പിന്നിൽ. കാരണം വൈരാഗ്യം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് പല വിധത്തിലാണല്ലോ. അതേ തരത്തിൽ അതിക്രൂരമായി ഇയാളെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാപ്പ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെയാണ് മാർത്താണ്ഡത്തിന് സമീപം വെട്ടിക്കൊന്ന് ആറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. മഹിളാ കോൺഗ്രസ് കാരോട് മണ്ഡലം പ്രസിഡന്റ് ചെങ്കവിള വെളിയങ്കോട്ടുകോണം സ്വദേശി ശൈലജയുടെ മകനാണ് മരിച്ച അതുൽ. മാർത്താണ്ഡത്തിന് സമീപം കണ്ണക്കോടാറ്റിലാണ് കഴിഞ്ഞ ദിവസം ഈ 29-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം കണ്ടെത്തിയ കണ്ണക്കോട് നിന്ന് 4 കിലോമീറ്റർ അകലെ ചിതറാലിന് സമീപം അതുൽ ഉപയോഗിച്ചിരുന്ന ഓൾട്ടോ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ട കാറിൽ രക്തക്കറകളും ഉണ്ടായിരുന്നു. അതുലിനെ കൊലപ്പെടുത്തിയ ശേഷം ആറ്റിൽ തള്ളിയതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം. കല്ലുകൊണ്ട് മുഖത്തിടിച്ചും നീളമുള്ള മുടി പിഴുതെടുത്തും മാരകമായി മുറിവേൽപ്പിച്ചും ക്രൂരമായാണ് അതുലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് ശേഷം 6 സമീപത്തുകൂടി മുഖം മൂടിയ നിലയിലും അല്ലാതെയും നടന്നു പോകുന്ന 4 യുവാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 27-നാണ് അതുൽ ചെങ്കവിളയിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. ശിവസേന നാഗർകോവിൽ ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അതുൽ. കൊലപാതകികളെ കണ്ടെത്താതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. കൊലയാളികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി തമിഴ്നാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.